നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഒരു മദ്യപാനികളുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഈ മദ്യപാനം എന്ന് പറയുന്ന അസുഖം ബാധിച്ചിട്ട് കുറേ ആളുകളെ നമുക്കറിയാം. അവർ എത്ര അവരെ ഓരോ അഡിക്ഷൻ സെൻറ്ററിലും കൊണ്ടിട്ടിട്ട് അവർ നേരായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ ഭാര്യമാർ ഇഷ്ടത്തിന് പൈസ എവിടെ നിന്നൊക്കെ കടം മേടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിടും. എന്നിട്ട് ഒന്ന് രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടിടുക. അവരെ മക്കളെയൊക്കെ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും അവർ പോയി നിൽക്കുക. ഒരു മാസമൊക്കെ പോയി നിൽക്കും. ഒരു 10,000, 40,000, 50,000 രൂപ കൊണ്ട് ചിലവാക്കും. എന്നിട്ട് ഒരു 5-6 മാസം നല്ലപോലെ നടക്കും. പിന്നെ അവർ തുടങ്ങും അസുഖം തന്നെ. പിന്നെ അവർ കടം മേടിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി വീണ്ടും അവരെ ഇങ്ങനെ കൊണ്ടിടാനുള്ള കടം മേടിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാകും. ഇവർ കൊണ്ടുവന്നിട്ട് വേണം ആ വീട്ടിൻ്റെ കുടുംബം കുട്ടികളൊക്കെ ജീവിതം കഴിയാൻ. അവർ രക്ഷിതാക്കളാണ്. എന്നിട്ട് അവർ ഈ മദ്യപന്മാരുടെ കൂട്ടുകെട്ടിൽ നടക്കുക, ബാറിൽ ബിവറേജിൽ ഓരോരോ ഹാൻഡ്സ് വിൽക്കണ കട, അങ്ങനെ ഈ മദ്യം വിൽക്കണ രഹസ്യമായിട്ട് വിൽക്കണ കട അവിടെയൊക്കെ പോയി വിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൂട്ടുകെട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഓരോരുത്തർ ഏജൻറ്റുമാരാണ് ഇത് മേടിച്ച് കൊണ്ടുവരിക. പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇവർ എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, അവരിങ്ങനെ 1000, 5000, 2000, 10,000 ഇങ്ങനെ ചിലവാക്കുക. എന്നിട്ട് കുഴഞ്ഞ് വീട്ടിലേക്ക് വരിക. അങ്ങനത്തെ അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളോട് പലരും പറഞ്ഞിട്ടുള്ളതും നമ്മൾ നേരിട്ട് കാണുന്നതും റോട്ടിലൊക്കെ അങ്ങനെ കുഴഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നതുമാണ്. അപ്പോൾ ഈ മദ്യപന്മാർ ഈ വീഡിയോ ഒന്നും കാണില്ല. അപ്പോൾ ഇനിയിപ്പോൾ കാണുന്ന മദ്യപന്മാരുണ്ടെങ്കിൽ തന്നെ നിർത്തിക്കോളി. കൂട്ടിട്ട് നിർത്തിയാൽ നിങ്ങൾക്ക് തന്നു, അല്ലാതെ വേറെ ആർക്കും ഇതുകൊണ്ടൊരു ദോഷമില്ല. ഈ മദ്യം കുടിച്ച് ആത്മഹത്യ ചെയ്യുക, മദ്യം കുടിച്ച് ഭാര്യയും മക്കളൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുക. എത്രയോ പേര് ഇതുപോലെ ഭാര്യയും മക്കളും എത്ര ചിട്ടവരുടെ മദ്യപാനം സഹിച്ചുകൊണ്ട് നടക്കുക. ഇവരെ കൊണ്ട് യാതൊരു കാര്യമില്ല, ഉപകാരവും ഇല്ല. ചത്ത ശവം പോലെ ഇങ്ങനെ കുറേ രൂപങ്ങളുണ്ട് എന്നല്ലാതെ വീട്ടുകാർക്ക് ഒരു കാര്യമില്ല ഇവരെ കൊണ്ട്. എന്നിട്ട് ഇവർ ഭാര്യ മക്കളും ഇട്ടുകൊണ്ട് പോയിട്ട് പിന്നെ അവർ ആകെ തിന്നാനുമില്ല, കുടിക്കാനുമില്ല, കുളിയുമില്ല, ഒന്നുമില്ല. അത് ആകെ ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചുറ്റൊക്കെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് കാണുന്നതാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, തൂങ്ങി മരിക്കും, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ആയിട്ട് കുത്തിരിക്കുക. കിഡ്നി പോവുക, ലിവർ പോവുക. എന്നിട്ട് ഇങ്ങനെ ചത്ത ശവങ്ങളെ പോലെ ഇങ്ങനെ മാർക്ക് ചാരി വെച്ചിട്ട് ഒരെണ്ണത്തിനെ കാണാം. ഇവരുടെ നല്ല കാലത്ത് ഇവർ ഭയങ്കര അഹങ്കാരികളായിട്ട് നടക്കും. കാറിൽ ടൂറടിച്ച് നടക്കുക, കൂട്ടുകെട്ടായിട്ട് നടക്കുക. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ചത്ത ശവങ്ങളെപ്പോലെ നടക്കുക, ഒന്നിനും കൊള്ളാത്ത. ഇതിൽ എത്രയോ ഭേദം മദ്യപാനികളെക്കാളും നല്ല ഈ തെരുവ് നായ്ക്കളാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഗതികെട്ട ചമ്മങ്ങളാണ് മദ്യപാനികൾ. അപ്പോൾ അവരുടെ അവസ്ഥ നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് നമുക്ക് നമ്മളെ വീടിൻ്റെ ഭാഗത്തൊക്കെ അറിയാം. മദ്യപാനികളിൽ ആളെ കൂടിയിട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം അപ്പോഴാണ് നമുക്കറിയാം ഇവരൊക്കെ മദ്യം കുടിച്ചിട്ട് അതൊക്കെ കാണിക്കും. തല്ലൂടെ ഏട്ടനഞ്ചന്മാർ തല്ലൂടുക, കുത്തിമറയുക, തല കുത്തിമറിയുക, എന്തൊക്കെ കൂട്ടിയിരുന്ന് പാതരയ്ക്ക് ഇരുന്നിട്ട് ടിന്നുമ്പോൾ കുട്ടുക, കള്ളു കുടിച്ച് പോകലില്ലാതെ മദ്യപാനികൾ. പിന്നെ വഴക്ക്. എന്നിട്ട് നാട്ടുകാർ കൂടും. എന്നിട്ട് എന്താന്ന് പോയി വയ്ക്കാലും ഭാര്യനെ അടിക്കുക, മക്കളടിക്കുക. ഇതന്നെ മദ്യപാനികളുടെ അസുഖം. എത്രയോ കാലം തൊട്ടിട്ടുണ്ട് മദ്യം. ഇപ്പോഴും സർക്കാർ മദ്യം നിർത്തില്ലല്ലോ. ഈ പൊട്ടന്മാർ നിർത്തിയ പൊട്ടന്മാർക്ക് തന്ന്, കുടുംബത്തിന് തന്ന്. മക്കൾ ചാവാൻ കാലത്ത് നോക്കും. അതിന് മക്കൾ ചോദിക്കും, നിങ്ങളൊക്കെ എവിടെയായിരുന്നു, നിങ്ങൾ ഈ അധ്വാനിച്ചൊക്കെ ബാറിലും ബിവറേജിലും കൂട്ടുകാർക്കും കൊടുത്തില്ലേ, ഞങ്ങൾക്കൊന്നും നോക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവരെ തെരുവ് പട്ടികളെ പോലെ അവരെ കല്ലെടുത്ത് തീർന്ന പോലെ മദ്യപാനികളെ കല്ലെടുത്ത് എറിയുക. അതുണ്ടാവും മദ്യപാനികൾക്ക്. അപ്പോൾ നമ്മൾ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ കുറേ ഈ മാറ്റിയ ആൾക്കാർ പറയുക അവരനുഭവം. ഇതൊക്കെ മുന്നേ മാറ്റുകയാണ്, ഞങ്ങൾ കോടീശ്വരന്മാരായിരുന്നു എന്നൊക്കെ അവരെ പറയുക.
അപ്പോൾ എന്തിനാണ് ഈ മദ്യപാനികൾ ഇതിന് നടക്കുന്നത്? മനുഷ്യന് ദൈവം ഒരു ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അത് അന്നം പോലെ ജീവിച്ച് നടക്കുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മദ്യപാനികൾ ഉണ്ടെങ്കിൽ മദ്യപാനികൾ നിർത്തിക്കോളി, മദ്യം കൂട്ടിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോളി. ഇനി എല്ലാ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി കൂടി നിൽക്കണ്ട. നിങ്ങൾക്ക് തന്നെ ദോഷം, നിങ്ങളെ കുടുംബത്തിന് ദോഷം. ഒരാളെ മദ്യപാനാക്കിയാൽ അവർക്ക് തന്നെ ഭയങ്കര ദോഷമായിട്ട് മാറും. ആ കുടുംബത്തിൻ്റെ ശാപം, വീട്ടുകാരുടെ ശാപം, ഭാര്യയുടെ ശാപം, മക്കളെ ശാപം, അമ്മയുടെ ശാപം, അച്ഛൻ്റെ ശാപം, എല്ലാവരും ശപിക്കുക ഈ കൂട്ടുകെട്ടി നടക്കണവരെ. ഇപ്പോൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം അത് നടക്കില്ലല്ലോ. അത് കൂട്ടുകെട്ടിലാണ് മൊത്തം. ഒരാൾക്ക് എത്ര കുടിക്കാൻ പറ്റും? അയാൾ ഫുള്ളിങ്ങനെ ആടി വരണമെങ്കിൽ അയാൾക്ക് മേടിച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, കൊണ്ടടക്കുക, ബാറിൽ കൊണ്ടടക്കുക, ബിവറേജ് കൊണ്ടടക്കുക, അയാളെ പറ്റിച്ച് തിന്നുക, ബിരിയാണി തട്ടുക, മറ്റേ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുക തട്ടി തിന്നുക, പൈസ പറ്റിക്കുക, ബോധമില്ലാതെ കളുടിയന്മാരെ വീണ്ടും നശിപ്പിക്കുക. ഇതൊക്കെ തന്നെയാണ് ഒപ്പമുള്ളവർ നടക്കണം. അപ്പോൾ മദ്യപാനികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളി, ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് നന്നാവാൻ നോക്കി, മറ്റുള്ളവർ നന്നാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മദ്യപാനികളില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരുടെ കുടുംബം സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മദ്യപന്മാരില്ലാത്തൊരു ലോകം, കുടുംബം നന്നായി ജീവിക്കുക, കുട്ടികൾ നല്ല അതിൽ ജീവിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചു, ഇതിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മദ്യപാനികളോടാണ് ഞാൻ പറയുന്നത്, സർക്കാരിൻ്റെ പൈസ ഇട്ട് അവർ പലതും ചെയ്യും. പക്ഷേ മദ്യപാനികൾ മദ്യം അവസാനിപ്പിച്ച് പൈസ ജോലിക്കൊക്കെ പോയി പൈസ ഉണ്ടാക്കി വീട്ടുകാരെ സഹായിക്കുക, വീട്ടുകാർക്ക് കൊടുക്കുക, മക്കളെ നല്ല രീതിയിൽ വളർത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും നന്നായി നടത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.